വീണ്ടും നമുക്ക് ദൈവസേനയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് ക്രിസ്തീയ ലോകത്ത് മുഴുവൻ ഉയർപ്പിൻ ഞായറാഴ്ച അനുഷ്ഠിക്കുകയാണ്. എന്നാല് കർത്താവിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞത് ആണ്ടിലൊരിക്കൽ ആഘോഷിക്കേണ്ടതല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ ജീവന്റെ ആധാരമായിരിക്കുന്നത്. ആ ഉയർപ്പിന്റെ അനുഭവത്തിലെ ആ ശക്തിയാൽ നാം ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിലെ ആ ഉയർപ്പിൻ അനുഭവത്തിൽ നാം ആയിട്ടുണ്ടോ എന്ന ഇന്ന് ദൈവസേനയിൽ നമുക്ക് ചോദിക്കേണ്ടത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് വരികിലെ അത് നമുക്ക് ഒത്തിരി അർത്ഥം തരുന്നുണ്ട്. കാരണം ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ പലപ്പോഴും മരണത്തിന് അധീനമായ ഒരു ശരീരത്തിലെ വിഷമിച്ചുകൊണ്ട് കഴിയാം. എന്നാല് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഉള്ള ധൈര്യം എന്നാണെന്ന് വെച്ചാൽ ഞാനും മരിക്കും, പക്ഷെ കർത്താവ് താൻ ഗംഭീരനാദത്തോട് വരുമ്പോൾ അവനെ സ്വീകരിപ്പാൻ ഞാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത് ദൈവത്തിന്റെ അതേ നിറവിനോളം നാം നിറഞ്ഞു വരണമെന്നുള്ളതാണ്. ആ നിറഞ്ഞു വരുന്ന അനുഭവം ഉള്ളപ്പോൾ എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നാം കർത്താവിനോട് ചേരുന്ന അനുഭവത്തിൽ ജീവിക്കുക ദിനവും. അതുകൊണ്ട് നമുക്ക് ഭയം ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാ വാസ്തവം. അതാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ആരാണ് വാസ്തവത്തിൽ ഒരു ആത്മീയൻ? അത് ഈ പുറമേയുള്ള കുറെ കാഴ്ചകൾ അല്ലെങ്കിൽ കുറെയുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നതുകൊണ്ടല്ല, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം ജനിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നു ചേരുന്നു. ഇത് ഞാൻ ഒരു സഹോദരനെ, ഒരുപക്ഷെ ചിലരൊക്കെ അറിയുമായിരിക്കും, ഒരു നൂറുദ്ദീൻ മുള്ള എന്ന് പറഞ്ഞ പ്രിയ സഹോദരനോട് 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലെ യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഈ വാക്യം ഞാൻ പുള്ളിയോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് ഇനി ഭയമില്ല, കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന്. भजन संहिता 27 का 1 मैंने उनको बताया, जहाँ पर लिखा है कि परमेश्वर मेरा कण है और परमेश्वर मेरा शरण है, और परमेश्वर जब मेरे संग हो तो मैं किससे डरूंगा? और जब ये आयत मैंने उनको कहा, उन्होंने कहा मैं अब किसी से नहीं डरूंगा. ആ വചനം കേട്ടപ്പോൾ പുള്ളി അതിനു മുമ്പേ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ തീരുമാനിച്ചു വീട്ടിലോട്ട് പോകാമെന്ന്. പുള്ളി പറഞ്ഞു, അവിടെ ചെന്നേച്ച് അവര് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, ഇദ്ദേഹം തിരിച്ചെത്തിയല്ലോ എന്ന്. എന്നാൽ പിന്നീട് നടന്നത് ആ വീടിനകത്ത് വലിയ മാറ്റം ഉണ്ടായി. ഇന്ന് തന്റെ വീട്ടുകാര്, തന്റെ മാതാവ്, പിതാവ്, സഹോദരന്മാരെല്ലാം വിശ്വാസത്തിലാണ്.
माता पिता, उनके भाई, सगे संबंधी, सब लोग विश्वास में है। ഞാനിത് പറയാൻ കാര്യമുണ്ടായത്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭയവും മാറി കിട്ടുകയാണ്. कहने का तात्पर्य ये, परमेश्वर जब हमारे हृदय में वास करता है तो हमारा सारा डर जो है वो निकल जाता है। ഇനി ഒരു വെല്ലുവിളിയുടെ ജീവിതമാണ് നമുക്കുള്ളത്. अब एक चुनौती भरा जीवन हमारा है। ഇനി പേടിച്ച് പുറകോട്ട് പോകേണ്ടവരല്ല. अब डर कर पीछे हटने वाले नहीं। ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിന് വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്ന വേദവാക്യം അത് യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. यशायाह 33 का 6 आज का वचन के लिए हम लोग लेंगे। यशायाह नबी का किताब 33 का 6। और उद्धार बुद्धि और ज्ञान की बहुतायत तेरे दिलों का आधार होगी। यहोवा का भय उसका धन होगा। Wisdom and knowledge will be stability of your times, and the strength of salvation, the fear of the Lord is his treasure. പ്രൈസ് ദി ലോർഡ്. हालेलुया। നമ്മൾ ട്രഷർ ആയിട്ട് കണ്ടിരിക്കുന്ന എന്താണെന്ന് ഇന്ന് നമുക്ക് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ചോദിക്കേണ്ടത്. वचन का अनुसार, वचन के आधार पर आज विचार करना है, हमारा धन क्या है। നമ്മളെ ധനമായിട്ട് അല്ലെങ്കിൽ ട്രഷറായിട്ട് കണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ കുറെ വസ്തുവകകളോ അല്ലെങ്കിൽ കുറെ സ്വർണമോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകളോ ഒക്കെയാ. हमने खजाना या धन को क्या देखा है? यहाँ पर जो मूल्य का है, संसार के जो विषय है, सोना चांदी या पैसा, इससे हम धन मानते हैं, खजाना मानते हैं। അതൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ നമ്മുടെ സെക്യൂർ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. और हम विचार करते हैं इन बातों से हमारा यहाँ का जीवन दृढ़ हो जाएगा। എന്നാൽ പ്രവാചകൻ ഇവിടെ പറഞ്ഞത് ദി ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ഹിസ് ട്രഷർ. लेकिन यहाँ पर भविष्यवक्ता कहता है परमेश्वर का भय मानना उसका धन है। ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനതയെ അശൂർ രാജാവ് വന്ന് ആക്രമിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. इस भाग को जब हम विचार करते हैं तो इस्राएल के लोगों को असुर राजा आकर आक्रमण करता हुआ एक ऐसी परिस्थिति है। ആ കാലഘട്ടത്തിലെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഹിസ്കിയ രാജാവാണ്. उस जमाने में इस्राएल का राजा हिस्किया था। ഹിസ്കിയ രാജാവിനോട് ഇത് അശൂർ രാജാവും അദ്ദേഹത്തിന്റെ സൈന്യാധിപനും വന്ന് കളിയാക്കിക്കൊണ്ട് പറയാ, നിങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? और हिस्किया राजा के पास अशूर के राजा और उनका सेनापति आकर उनका कट्टे में उड़ाते, मजाक बनाते हैं, इस परमेश्वर का क्या तुम्हें भरोसा करना है? രാജാവിനോട് മാത്രമല്ല ജനതയോട് മുഴുവൻ സംസാരിക്കുന്നത് ഈ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒരു ഗുണവുമില്ല, ഹിസ്കിയാവ് രാജാവിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് വിളിച്ചു പറയുന്നത്. केवल राजा को नहीं लेकिन उसकी सारी प्रजा को भी कहते हैं कि इस परमेश्वर में भरोसा करके तुम्हारा कुछ नहीं होने वाला, राजा की बातों पर विश्वास ना करो। ഹിസ്കിയ രാജാവ് വളരെ വിഷമിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. और इसके राजा को बहुत दुख हुआ, नहीं जानते कि क्या करना है। നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം എടുക്കണം. दूसरी राजा 19वां आयत को ले, दूसरी राजा 19वां अध्याय। ഇവിടെ ഹിസ്കിയ രാജാവ് വളരെ വിഷമത്തിലായപ്പോൾ അന്ന് തന്റെ രാജ്യത്തുണ്ടായിരുന്ന യെശയ്യാ പ്രവാചകന്റെ അടുത്തോട്ട് പോയി. और वहां पर ऐसी दुखी अवस्था में हिस्किया क्या करता है, वो जो नबी उसके जमाने में था उसके पास जाता है, यशायाह नबी। അതിന്റെ 5-ാമത്തെ വാക്യം 19-ന്റെ 5 യെശയ്യാ 2 രാജാക്കന്മാർ 2 കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 5. दूसरा राजा 19 का 5। രാജാവിന്റെ പുത്രന്മാർ ആ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, ആ നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ ആ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. മതി മതി മതി. ഇവിടെ പ്രവാചകൻ ഒരു ദൂത് പറയാനുണ്ട്. यहाँ पर जो है वो भविष्यवक्ता को एक संदेश देना है। ഹിസ്കിയ രാജാവിനോട് ഇക്കാര്യമാണ് ചെന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത വാക്യം വായിക്കാം, ആ ഭാഗം തന്നെ വായിക്കാം. അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ അശ്ശൂർ രാജാവിന്റെ യജമാനോട് പറയേണ്ടതെന്നാൽ ആ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ആ ഭയപ്പെടേണ്ട. ആ ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവനൊരു സ്തുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. ഓ, പ്രവാചകൻ ഇവിടെ പറഞ്ഞത് അശൂർ രാജാവിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. यहाँ पर भविष्यवक्ता कहता है अशूर राजा को लेकर तुझे डरने का विषय नहीं है। നമ്മൾ വായിച്ച കുറിവാക്യം മറന്നു കളയരുത്. और हमने जो चाबी का वचन पढ़ा वो नहीं भूलना। അവിടെ പറയുന്നത് ഇത് ദൈവത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ, നമ്മളിത് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ഹിസ് ട്രഷർ എന്ന്.
और छठे आयत में हमने वहां पर पढ़ा, यहोवा का भय उसका धन होगा। യഹോവ ഭക്തിയാണ് നമുക്ക് വേണ്ടിയത്, അശൂർ രാജാവിനെ കുറിച്ചുള്ള പേടിയല്ല വേണ്ടിയത്. परमेश्वर का भय हमारे जीवन में चाहिए, अशूर राजा के प्रति भय नहीं। നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ ചില പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിനെ ഭയപ്പെട്ട് ഇനി എങ്ങനെയാ മുന്നോട്ട് നീങ്ങുക. हमारे जीवन में अक्सर हमारी परिस्थितियों को या किसी हमारी बातों को देखकर हम सोचते हैं, डरते हैं कि अब आगे कैसा जाएंगे, ഇനി എനിക്ക് വഴിയുണ്ടോ, अब क्या कोई मार्ग है, ഇനി എന്റെ ഭാവി മുഴുവൻ തകർന്നല്ലോ. मेरा पूरा भविष्य का नाश हो गया है। എന്നാൽ പ്രവാചകൻ പറഞ്ഞത് നീ അവന്റെ വാക്കുകളിൽ വിശ്വസിക്കരുത്. लेकिन भविष्यवक्ता कहता है तो उसकी बातों पर विश्वास मत कर। നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വഴികളില്ല, നമുക്ക് ചിന്തകളില്ല, നമ്മൾ പലപ്പോഴും അങ്ങ് മുങ്ങി താഴുന്ന അനുഭവത്തിലാണ്. जब हम विचार करें तो कोई मार्ग नहीं है, कोई नमूना नहीं है, कोई भी सारा नहीं है, हम डूब जाते हैं। യെശയ്യാ പ്രവാചകൻ കൊടുത്ത ഈ ലെറ്ററുമായിട്ട് ഹിസ്കിയ രാജാവ് ദൈവാലയത്തിൽ ചെന്നതായിട്ട് നമുക്ക് അതിന്റെ 14ാമത്തെ വാക്യത്തിൽ വായിക്കാം. और 14 आयत में हम देख सकते हैं भविष्यवक्ता ने जो पत्र दिया, वो पत्र देकर हिस्किया राजा जो है वो मंदिर में जाता है। വായിച്ചോ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ആ, ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. പ്രൈസ് ദി ലോർഡ്. എന്താ ചെയ്തത്? क्या किया? ഇവിടെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഈ കത്ത് വായിക്കാനായിട്ട് തുടങ്ങി. परमेश्वर की उपस्थिति में जाकर इस पत्र को पढ़ने लगा। അവിടെ ഹിസ്കിയാവിന് പറയാനുള്ള വാക്കുകൾ എന്നാണെന്നറിയാമോ? वहां पर हिस्किया ने क्या कहा? അടുത്ത വാക്യം വായിച്ചു, 15ാമത്തെ വാക്യം. 15 आयत को पढ़े। ഹിസ്കിയാവ് യഹോവയുടെ മുൻപാകെ പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, ആ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന യിസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. he began to recognize who is my God. वो जब वहां जाकर उसकी प्रार्थना को सुनेंगे तो पता चलेंगे, उसने ഞാൻ- पहचान लिया परमेश्वर ഞാൻ को। മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുമ്പോൾ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. मैं समझता हूँ परमेश्वर की परिपूरी से जब हम परिपूर्ण हो जाएंगे तो परमेश्वर कौन है ये हम समझ ഈ पाएंगे। ദൈവം ആരാണ്? तू परमेश्वर है, അവൻ സകലത്തെയും ഭരിക്കുന്നവനാണ്. तू सबको संचालित करता है, അവൻ സകലത്തിന്റെയും രാജാവാണ്. सबका राजा है। ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. परमेश्वर में मेरा भरोसा है। പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു വലിയ കാഴ്ചപ്പാടിലാണ് എന്റെ ദൈവം ആരാണെന്ന്. प्रिय लोगों, हम सबके जीवन में ये दृष्टिकोण हमारा होना है कि हमारा परमेश्वर कौन है। അവിടെയാണ് യഹോവ ഭക്തി നമ്മിൽ ആരംഭിക്കുന്നത്. और वहां पर परमेश्वर का भय हमारे जीवन में आरंभ होता है। എന്നിട്ട് ഇവിടെ പറയുന്നത്, കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടിയല്ല അങ്ങയോട് അപേക്ഷിക്കുന്നത്, അങ്ങയുടെ നാമത്തിന് വേണ്ടി, അങ്ങയുടെ നാമം ദുഷിക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ എന്ന പ്രാർത്ഥന. कहता है, यहाँ पर मैं अपने लिए विनती नहीं करता, लेकिन तेरी नाम की निंदा करने वाले उस व्यक्ति के लिए तू कार्य करना। ഇവിടെ ഹിസ്കിയ രാജാവ് വളരെ വലിയൊരു ട്രാപ്പിലായിരിക്കുക. यहाँ पर इसके राजा बहुत बुरा फंस चुका है। രാജാവ് മാത്രമല്ല, ജനം മുഴുവൻ തനിക്കെതിരെ തിരിയുക. केवल राजा ही नहीं, सारे जो प्रजा है वो भी उसके खिलाफ है। മിടുക്കന്മാര് ആ നാട്ടിലുണ്ട്. और बहुत ही अच्छे लोग वहां पर है। അവര് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അടുത്ത മിസ്രൈമിൽ പോയി അവരുടെ സഹായം തേടിക്കൂടായോ? और लोग कहते हैं, सलाह देते हैं कि हम क्यों डरते हैं, मिस्र में जाकर उनकी सहायता को लेते हैं। നോക്കിയേ, യെശയ്യാ പ്രവചനം അതിന്റെ 30ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിച്ചേ. यशायाह नबी का किताब 30 का 1 को पढ़े। പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് ആ ആ എന്താ ഇവിടെ പറഞ്ഞത്? यहाँ पर क्या बताया? വല്ലവനെ സംരക്ഷണം കിട്ടണമെങ്കിൽ ഈ രാജാവിന് ബോധമുണ്ടെന്ന് വരികില് മിസ്രൈമിലോട്ട് കടന്നു പോവുക. किसी रीति से अगर इसमें बुद्धि होता तो क्या रक्षा पाने के लिए मिस्र में जाता? നമ്മൾ पलപ്പോഴും നമ്മുടെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അയ്യോ ചുറ്റുപാടുമുള്ള ഏത് ഹെൽപ്പാ കിട്ടുക അതിനു വേണ്ടിയിട്ട് ഓടുന്നത്. हम कई बार जब हम परिस्थितियों के सामना करना पड़ता है, आसपास में जहां से मदद मिलेगा हम उस ओर दौड़ते हैं। എങ്ങും സാധ്യതയില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാന്നാണ് നമ്മൾ പറയുന്നത്. और जब कहीं से भी कोई भी सहारा नहीं मिलता तब परमेश्वर के पास जाएं, ऐसा हम बोलते हैं। പ്രവാചകൻ ഇവിടെ പറഞ്ഞത് എന്താ?
यहाँ पर भविष्यवक्ता ने യഹോവ ഭക്തി നിന്റെ നിക്ഷേപമായിരിക്കും. परमेश्वर का भय तेरा धन होगा. നീ എത്രമാത്രം ദൈവത്തോട് അടുക്കുമോ അവിടെ നിന്നാണ് നിനക്ക് സംരക്ഷണം മുഴുവൻ വരാനായിട്ട് പോകുന്നത്. जितना परमेश्वर के नजदीक आएगा वहां से तेरी रक्षा आएगा. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. मनुष्य में भरोसा करने से कितना बेहतर है परमेश्वर में भरोसा करना. ഫറവോന്റെ അടുത്തോട്ട് പോകാൻ കാരണം എന്താണെന്നറിയാമോ? फिरौन के पास जाने का कारण क्या था? 31 ഒന്നാമത്തെ വാക്യം വായിക്കാം. 31 का 1 को पढ़ेंगे. ആ, കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധിയുള്ളത് കൊണ്ട് അത് അതിലും കുതിരച്ചേവകർ ബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. जो रथों पर भरोसा रखते हैं क्योंकि वे बहुत है, और जो सवारों पर क्योंकि वो बहुत बलवान है, जो उन पर भरोसा करते हैं उनकी हाय. എന്തിന്റെ പേരിലാ ഇവര് മിസ്രൈമിലേക്ക് പോകാൻ താല്പര്യം? क्यों मिस्र में जाना पसंद करते हैं? ഓ, നല്ല കുതിരകളുണ്ട് അവിടെ. वहां पर अच्छे घोड़े हैं. ഈ കുതിരകളെ കൊണ്ടുപോകുന്ന നല്ല യോദ്ധാക്കളായ ആളുകളുണ്ട് അവിടെ. और घुड़सवारी करने वाले अच्छे योद्धा है वहां पर. നമ്മൾ പലപ്പോഴും ഇതേപോലെ സ്വഭാവമുള്ളവരാ. हम भी कई बार इसी तरह स्वभाव रखते हैं. നമ്മുടെ ചിന്ത മുഴുവൻ സംരക്ഷണം വരുന്നത് ഈ ഫിസിക്കൽ വേൾഡിൽ നിന്നാ. हमारी जो सारी रक्षा है हमें लगता है ये संसारिक दुनिया से है. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് എന്താ? लेकिन भविष्यवक्ता ने क्या कहा? യഹോവ ഭക്തിയാണ് നിന്റെ നിക്ഷേപം. यहोवा का भय वो तेरा धन. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് ദൈവത്തെ കൂടുതൽ അറിയണം. हमारा मकसद बनना है परमेश्वर को और जानना है. അവന്റെ നിറവിനോളം നിറഞ്ഞു വരണം. उसके भरपूरी में भरना है. ദൈവമാണ് നിനക്ക് സംരക്ഷണം നൽകുന്നത്, परमेश्वर तुम्हें रक्षा देता है, മനുഷ്യനല്ല. मनुष्य नहीं. മനുഷ്യരായിട്ടുള്ളവരുടെ ശക്തിയും വലുപ്പവും കണ്ടിട്ട് അതിന്റെ പുറകെ പോകേണ്ട. मनुष्यों की सामर्थ्य को उनका बल को देखकर उनके पीछे मत जाओ. പ്രവാചകൻ ഇവിടെ രാജാവ് എന്താ പറയുന്നത് അറിയാമോ? यहाँ पर राजा क्या कहता है? 2 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തില് അതിന്റെ 19 വാക്യം ഒന്ന് വായിക്കേണ്ടതാ. दूसरा राजा 19 उसका 19वां आयत को पढ़े. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ യഹോവ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിനെ ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. इसलिए अब है हमारे परमेश्वर यहोवा, तू हमें उसके हाथ से बचा कि पृथ्वी के राज्य के लोग जान ले कि केवल तू ही यहोवा है. എന്താ അറിയേണ്ടത്? क्या जानना है? നമ്മൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി എന്ന് നമ്മള് ആഘോഷത്തോടെ പറയാറുണ്ട്. कई बार हम उत्सव से मनाते हैं कि मैंने प्रार्थना किया मैंने पाया. ആർക്കാ എങ്ങനെയാ ഗ്ലോറി കിട്ടുന്നത്? നമുക്കാ ഗ്ലോറി കിട്ടുന്നത്. महिमा किसे मिलता है? हमें महिमा मिलता है. എന്നാ നേരെ തിരിച്ച് ഞാൻ എന്റെ ദൈവത്തോട് അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരളി, അവന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? लेकिन उसके एवज में मैंने मेरे परमेश्वर से विनती की, उसने मेरी सुनी. उस परमेश्वर को क्या महिमा दे सकते हैं? ഇവിടെ നമ്മൾ വായിക്കുന്നത് രാജാവിന് മഹിമയ്ക്ക് വേണ്ടിയല്ല അവൻ പറയുന്നത്. यहाँ पर राजा की महिमा के लिए वो नहीं कहता. യഹോവേ നീ ഒരുത്തൻ മാത്രം യഹോവ എന്നും നീ ദൈവമെന്നും ഭൂമിയിലെ സകല വംശങ്ങളിലും അറിയേണ്ടതിനെ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണം. यहाँ पर राजा कहता है कि तू परमेश्वर है, यहोवा है, ये पृथ्वी के सारे राजा और सारे राज्य जाने, इसलिए तू उसका इस्तेमाल कर. അശൂർ രാജാവ് എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? असुर राजा ने क्या कहा? ഈ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് നാണക്കേടില്ലയോ? इस परमेश्वर में तुम क्यों भरोसा करता है? क्या तुम्हें लज्जा नहीं होती? ഇതേ നിങ്ങളൊന്ന് നോക്കിക്കോ. 18 അധ്യായത്തില് അവര് വന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതേ അവന്റെ വാക്കുകൾ നിങ്ങൾ ആശ്രയിക്കരുതെന്ന് പറഞ്ഞ അതിന്റെ 22ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 19ാമത്തെ വാക്യം ആദ്യം വായിക്കണം. 18 का 19 को हम पढ़ेंगे. दूसरा राजा 18 उसका 19 में अशूर राजा ने क्या बोलकर उनका मजाक उड़ाया वो देखेंगे. റബ്ശേക്ക അവരോട് പറഞ്ഞു എന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയ രാജാവെന്ന് പറയേണ്ടത് മഹാരാജാവായ അശൂർ രാജ് ഇപ്രകാരം മല്ലി ചെയ്യുന്നു, നീ ആശ്രയിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. അത് അവരെ ആശ്രയിക്കുന്നവരാകുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? എന്നിട്ട് എന്റെ 22ാമത്തെ വാക്യം, നിങ്ങൾ എന്നോട് ദൈവമായ യഹോവയായ നിങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു.
എന്നിട്ട് കളിയാക്കിക്കൊണ്ടാ പറയുന്നത്, ഓ നിന്റെ ഒരു ദൈവം ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. यहाँ पर 19 और 20 को पढ़ेंगे, उसके बाद 22 के आयत को अगर हम पढ़ेंगे, वहां पर देखते हैं कि रशबाग जब आके वहां परमेश्वर के बारे में क्या कुछ कहता है, और फिर मजाक में या फिर उनका मजाक उड़ाकर कहता है कि कौन से परमेश्वर में तुम भरोसा करते हो, क्या वो तुम्हें बचा सकता है। എന്നാല് പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയാമോ? लेकिन भविष्यवक्ता क्या कहता है? നീ വിഷമിക്കേണ്ട, तू मत डर, നീ ഭാരപ്പെടേണ്ട, तुझे बोझ होने की നീ जरूरत नहीं है। ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. तू परमेश्वर में भरोसा रख। നിന്റെ നിക്ഷേപം ദൈവത്തിലാണെന്ന് വരികിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവവരം കാണുവാൻ ഇടയുണ്ടാകും. तेरा धन अगर परमेश्वर में है तो परमेश्वर का हाथ को तू देख पाएगा। പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ നിറവിനോളം മറന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്നാണെന്നറിയാമോ? നമ്മുടെ ആശ്രയം മുഴുവൻ ദൈവത്തെ വെക്കാനാ കഴിയും. परमेश्वर की परिपूर्णता को जब हम पाएंगे, आपको पता है क्या होगा? हमारे जीवन में हमारा भरोसा परमेश्वर मात्र होगा। നമുക്കല്ല ദൈവത്തിന് ആ മഹത്വം കൊടുക്കേണ്ടത്. हमें नहीं, परमेश्वर को महिमा देना। നമ്മുടെ വിശ്വസത കൊണ്ടൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വാസം എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. हमारी विश्वास योग्यता की वजह से प्रभु कार्य नहीं करता, लेकिन परमेश्वर की विश्वास योग्यता मेरे ऊपर है, इसलिए वो मेरे लिए कार्य करता है। അതിന് എന്താ വേണ്ടിയത്? उसके लिए क्या चाहिए? ദൈവത്തെ എന്റെ നിക്ഷേപമായിട്ട് കാണണം. परमेश्वर को मेरा धन बनकर देखना है। കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന്. परमेश्वर ने कहा, जहाँ तेरा धन है वहाँ तेरा मन होगा। മത്തായി സുവിശേഷം നോക്കിക്കോ, ഞാൻ പറയുന്നത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് നോക്കിക്കോ. 6-ാം അധ്യായത്തില് मत्ती का सुसमाचार 6, एक बार हम जांच അതിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. 6 का 19 और 20। തുരുമ്പും കെടുക്കുകയും ആ കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ആ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഓ എവിടാ നീ നിക്ഷേപമായിട്ട് കണ്ടിരിക്കുക? എന്താ നിക്ഷേപമായിട്ട് കണ്ടിരിക്കുന്നത്? तेरा धन जहाँ है वहाँ तेरा मन होगा। तुमने विनिवेश या धन को क्या समझा है? कहाँ है तेरा धन? നമ്മുടെ നിക്ഷേപം എന്ന് പറഞ്ഞത് മുഴുവൻ ധനവും അതുപോലെ തന്നെ കുറെ സ്വർണമോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ നിക്ഷേപമായിട്ട് നമ്മൾ കാണുന്നത്. हमारा विनिवेश या हमारा निवेश हम कहाँ करते हैं? हम सोना चांदी या संसारिक विषयों को, उसे हम धन मानते हैं। ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ കർത്താവ് പറയുന്നുണ്ട്, ഇത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളും. ലൂക്കോ 12-15 വാക്യം. लूक 12 का 5 को पढ़े। എന്നിട്ട് പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. वहाँ पे लिखा है, सारी पैसे के मोह से हम चतुर रहे और उससे अलग हो। ഒരുവന് ധനസമൃദ്ധി ഉണ്ടായാലും അവന്റെ ധനമല്ല അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. किसी को धन की अगर बहुतायत हो, जिसका धन उसके जीवन का आधार नहीं है। എന്നിട്ട് ഒരു കൃഷിക്കാരനെ കുറിച്ചാണ് വിവരിക്കുന്നത്. और उसके बाद एक किसान के बारे में बताया है। നല്ല രീതിയിൽ കൃഷി ചെയ്തു, अच्छे से उसने वहां पर फार्मिंग किया, നല്ല രീതിയിലുള്ള വിളവുണ്ടായി, और अच्छे से उसको उपज मिला, നല്ല രീതിയിൽ അത് ശേഖരിച്ചു വെച്ചു. अच्छे से उसको भंडार में रखा। എന്നിട്ട് അവൻ പറയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എല്ലാം എനിക്കുണ്ടല്ലോ. फिर उसने कहा, खाओ पियो मौज बनाओ, तेरे पास सब कुछ है। അവനെ ദൈവം എന്താ വിളിക്കുന്നേ? परमेश्वर उसे क्या बुलाता है? മൂടാ, मूर्ख। ഇന്ന് ഞാൻ നിന്റെ ജീവൻ നിന്നോട് ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ आज ചെലവഴിക്കും? रात अगर तेरी जीवन को मैं पूछ लूं तो तेरा अनंतता कहाँ होगा? എവിടെയാണ് നാം നിക്ഷേപമായിട്ട് കാണുന്നത്? हम हमारे धन को क्या देखते हैं? ദൈവത്തിൽ എന്റെ നിക്ഷേപം കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? क्या परमेश्वर में हमारे धन को हम देख पाते हैं? ഹിസ്കിയാവ് വാസ്തവത്തിലെ കരയാന്നാ ഞാൻ പറയാ. हिजकिय्याह वहां पर रो रहा है। രാജാവിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. राजा कुछ नहीं कर पाता, ഈ വലിയ സൈന്യത്തിന് മുൻപാകെ നിൽപ്പാൻ എനിക്ക് കഴിയില്ല കർത്താവേ. और इस बड़े सेना का सामना मैं नहीं कर सकता। ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. मुझे क्या करना है नहीं पता। ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. इस्राएल का अति पवित्र परमेश्वर पर मैं भरोसा रखता हूँ। യശയാപ്രവാചകൻ പറഞ്ഞു, നീ ഇത് യുദ്ധമേ ചെയ്യേണ്ടി വരില്ല. यशायाह नबी ने कहा, तुझे तो युद्ध ही नहीं करना पड़ेगा। നിങ്ങൾ ഇതിനു മുമ്പേ ഞാൻ വായിച്ച 30-31 അധ്യായങ്ങളിലെ അവരുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറിമാര് പറഞ്ഞ എന്നാന്നറിയാമോ? സാധ്യമല്ല കേട്ടോ, വേഗം പോയിട്ട് മിശ്രമിൽ ആശ്രയിക്കാം. तो पहले मैंने कहा 30-33 में वहां पर हम देखते हैं सलाहकार लोग और वहां के बड़े लोगों ने क्या सलाह दिया कि हमसे मुमकिन नहीं है, जल्दी से मिस्र के राजा के पास जाके सहायता मांग लो। അവരെല്ലാം പറയുന്നത് പോവാം, നമുക്ക് മറ്റുള്ളവരിൽ ആശ്രയിക്കാമെന്നാ. वो लोग कहते हैं चलो हम चलते हैं, दूसरों से सहायता मांगते हैं। എന്നാൽ പ്രവാചകനോ, लेकिन भविष्यवक्ता
അദ്ദേഹം രാജാവിനോട് പറയുന്നത് നീ ഇതിൽ യുദ്ധം ചെയ്യേണ്ടി വരികയില്ല, ദൈവം പ്രവർത്തിക്കും. वो राजा से कहता है तुझे इसमें युद्ध करना नहीं पड़ेगा, परमेश्वर कार्य करेगा. ആ വാക്യം ഒന്ന് വായിക്കണം. അതിന്റെ രാജാക്കന്മാരുടെ 2 Kings chapter 19 verse 28 and 29 please read. दूसरा राजा 19 उसका 28 और 29. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്കുക കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അധരത്തിലും ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും. इस कारण कि तू मुझ पर अपना क्रोध भड़काता है और तेरा अभिमान की बातें मेरे कानों में पड़ी है, मैं तेरी नाक में अपनी नकेल डालकर और तेरे मुंह में अपना लगाम लगाकर जिस मार्ग से तू आया है उसी में तुझे लौटा दूंगा. പ്രവാചകൻ പറയുന്നത് ഇത് മൂക്കിന് കൊളുത്തിട്ടിട്ട് കൊണ്ടുവന്ന അനുഭവം കാണിക്കാൻ. और वहां पर जो है नबी कहता है तेरे नाक में नकल डालकर वहां से खींच कर ले जाऊंगा. എന്നാൽ ലീഡർഷിപ്പ് പറയുന്നറിയോ? ഇമ്പോസിബിൾ. लेकिन वहां के नेतृत्व करने वाले क्या बोलते हैं? मुमकिन नहीं. ദൈവദാസൻ എന്താ പറയുന്നത്? परमेश्वर का दास क्या कहता है? യഹോവയിൽ നിക്ഷേപം വെച്ചോ, परमेश्वर में अपना धन रख. അങ്ങനെയെന്നുവരികിൽ നിനക്ക് വിടുതൽ ദൈവത്തിൽ നിന്നാ വരുന്നത്. अगर ऐसा है तो तेरे लिए उद्धार परमेश्वर की ओर से आएगा. എങ്ങനെ നടക്കും? कैसे होगा? നിങ്ങൾ വായിക്കണം. ഇനി നമുക്ക് അതിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 33 से आगे पढ़े. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. जिस मार्ग से वो आया उसी से वह लौट भी जाएगा. ഈ നഗരത്തിലേക്ക് വരികയില്ല, എന്റെ നിമിത്തവും എന്റെ എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഇത് എന്നിട്ട് और इस नगर में प्रवेश ना कर पाएगा, यहोवा की यह वाणी है, और मैं अपने निमित्त और अपने दास दाऊद के निमित्त इस नगर की रक्षा करके उसे बचाऊंगा. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ആരാ യുദ്ധം ചെയ്ത? किसने युद्ध किया? ആരാ രക്ഷിച്ചത്? किसने बचाया? എന്താ രാജാവ് ചെയ്തത്? राजा ने क्या किया? നിക്ഷേപം മുഴുവൻ ദൈവത്തിൽ കണ്ടു. अपना पूरा विनिवेश या धन परमेश्वर में देखा. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കാം. प्रिय लोगों, परमेश्वर में हमारा भरोसा रखें. ഏത് തന്നെ പ്രശ്നങ്ങളാകട്ടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. कोई भी समस्या क्यों ना हो, परमेश्वर में भरोसा रखें. ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുമോ? क्या परमेश्वर कार्य कर सकता है? ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. मैं समझता हूँ जो परमेश्वर में भरोसा रखता है वो उन लोगों को कभी छोड़ता नहीं, त्यागता नहीं. നമ്മുടെ നിക്ഷേപമായിട്ട് കാണേണ്ടത് ഈ ഭൂമിയെയും ഈ ഉലകത്തെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിങ്കിലാണ്. और हमारा विनिवेश, हमारा धन कौन है? जिसने इस पृथ्वी को, इस सृष्टि को, इस सारे ब्रह्मांड को रचा है. അത് നിമിത്തം എന്താ സംഭവിക്കുന്നത്? और उस कारण क्या होता है? ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും യഹോവ തന്നെ ദൈവം എന്ന് പറയുവാനിടയുണ്ടായി. संसार का समस्त राज्य परमेश्वर मात्र यहोवा है, जान पाएंगे. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാനായിട്ട് അതിനുള്ള നിറവിന്റെ അനുഭവത്തിലേക്ക് കടന്നു प्रिय വരേണ്ടത്. लोगों, हम इस परमेश्वर में भरोसा करें, उसकी परिपूर्णता से हमको भर जाना है. ഇവിടെ വായിച്ച വാക്യത്തിലേക്ക് വരാം. 36-ാമത്തെ വാക്യം. അങ്ങനെ അശൂർ രാജാവ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. അവൻ തന്റെ ദേവനായ നിസ്ലോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമലേക്കും ശരേശേരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. എന്താ സംഭവിച്ചേ? അവന്റെ മകനായ യേശർഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. എന്താ ഇപ്പൊ സംഭവിച്ചത്? वहां पर क्या हुआ? അശൂർ രാജാവ് വന്നു, ഇതേ മുഴുവൻ പിടിക്കുമെന്ന് പറഞ്ഞു. अशूर राजा आया, उसने कहा इन सबके ऊपर मैं कब्जा करूं. നീ യഹോവയിൽ ആശ്രയിക്കുന്ന എന്തിനു വേണ്ടിയാണ്? तू परमेश्वर में क्यों भरोसा रखता है? യഹോവയിൽ ആശ്രയിച്ച് ആർക്കാണ് വിടുതൽ സംഭവിച്ചിരിക്കുന്നത്? यहोवा में भरोसा करके किसे उद्धार मिला है? ദൈവത്തിനെ കളിയാക്കുകയായിരുന്നു അവൻ वो ചെയ്തത്. परमेश्वर का मजाक उड़ा रहा था. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നതോ लेकिन परमेश्वर का काम कैसा है? ഇത് പൂർണ്ണമായിട്ടും വിടുതൽ. पूरा छुटकारा. ഇനി അശൂർ രാജാവിന് ഇങ്ങോട്ട് വരാനായിട്ട് കഴിയില്ല. അവനെയും കൂടെ അവസാനിപ്പിച്ച് അവന്റെ സ്വന്തം മക്കള്. अब असुर राजा वापस लौट भी नहीं सकता और उसकी जो खात्मा किया अपने बच्चों ने किया. നമുക്ക് എവിടെ ട്രഷർ കണ്ടെത്തേണ്ടത്? हमारा धन हमको कहाँ खोजना है? ഇത്
നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ട്രഷർ എന്തോ ആണെന്ന്. ये हमारे बच्चों को सिखाना कि खजाना क्या है। നമുക്ക് ഓരോരുത്തർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകണം എന്താ വാസ്തവ ട്രഷർ എന്ന്. हम में से प्रत्येक व्यक्ति को समझना है सचमुच में ये धन या खजाना क्या है। നമ്മൾ പലപ്പോഴും ധനം എന്ന് പറഞ്ഞത് ഈ വസ്തുവകകളാണ് നമ്മുടെ ധനമായിട്ട് കണ്ടത്. कई बार जो धन हम समझते हैं वो संसार की वस्तुओं को समझते हैं। പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ദരിദ്രനെങ്കിലും അനേകരെയും സമ്പന്നനാക്കുവാനെന്ന്. प्रेरित पौलुस कहता है मैं दरिद्र जरूर हूँ लेकिन मैं कई लोगों को मैं धनी बनाता हूँ। കർത്താവ് ഈ ഭൂമുഖത്തേക്ക് വന്ന് ദരിദ്രനെ സമ്പന്നനാക്കുവാനാ വന്നത്. यीशु मसीह जो संसार में आया दरिद्र को धनी बनाने के लिए। എന്താണ് ആ ദാരിദ്ര്യം? और वो दरिद्रता क्या है? ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അവൻ എപ്രകാരമുള്ള വ്യക്തിയാണെന്ന്. ये संसार के प्रभु लोग समझ नहीं पाए वो किस प्रकार का व्यक्ति है। അവര് വിചാരിച്ചത് ഓ ഇതൊരു ദരിദ്രനാ ഇവിടെ ജനിച്ചിരിക്കുന്നത്. उन लोगों ने सोचा एक दरिद्र गरीब व्यक्ति यहाँ जन्म लिया। അന്വേഷിച്ച് ചെന്നവരെല്ലാം ഇത് കൊട്ടാരത്തിലാ പോയി അന്വേഷിച്ചത്. और जिन्होंने भी खोज के वहाँ गए वो सब जो है वो महलों में गए। അവരവിടെ കണ്ടില്ല രാജാവിനെ. उन लोगों ने वहाँ राजा को नहीं देखा। എന്നാൽ അന്നുണ്ടായിരുന്ന ഹെരോദ രാജാവ് വിചാരിച്ചത് ഇങ്ങനെ ഒരുവൻ ജനിച്ചെങ്കിൽ നമുക്ക് ത്രറ്റാ, അതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് ഒരിക്കല് ഇപ്പോൾ 2 വയസ്സിന് കീഴിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തട്ടുക. और उस समय का राजा हेरोद ने सोचा अगर ऐसा कोई व्यक्ति जन्मा है तो वो मेरे लिए मुश्किल हो सकता है, मेरे लिए धोखा है। तो उसने क्या निर्णय लिया, 2 साल के नीचे जितने बच्चे हैं सबको मार डाले। എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, लेकिन एक बात समझ में आना, ദൈവം പ്രവർത്തിപ്പാൻ തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞിനും അതിനെതിരെ നിൽക്കാൻ കഴിയില്ല. परमेश्वर जब कार्य करने लगे तो कोई भी व्यक्ति उसके खिलाफ खड़ा नहीं हो सकता। മോശ ജനിച്ച കാലഘട്ടം ഇത് ഇസ്രായേലിൽ ഒരു പുരുഷപ്രജ ജനിച്ചാൽ അവനെ വെള്ളത്തിൽ ഒഴുക്കി കളയണമെന്ന കാലഘട്ടത്തിലാണ് ജനിച്ചത്. मूसा का जब जन्म हुआ उस जमाने में अगर इस्राएल के घराने में कोई लड़का पैदा हो तो उसे पानी में बहा दिया जाए, ऐसे समय पे जन्म हुआ। എന്നാൽ ഇസ്രായേലിനെ വിടുവിക്കാനുള്ളവന് എവിടെയാ ദൈവം ട്രെയിനിങ് കൊടുത്തത്? लेकिन इस्राएल को बचाने वाले की परिश्रम कहाँ मिला? ഫറവോന്റെ കൊട്ടാരത്തിൽ. फरो के महल में। ഹല്ലേലൂയ! हालेलुया! നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്. हमारा परमेश्वर जीवित ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതിനെല്ലാം നീക്കി തരാൻ ദൈവത്തിന് കഴിയും. परमेश्वर में अगर भरोसा करता है तो तेरे जीवन में कोई भी परेशानी क्यों ना हो परमेश्वर उसे हटा सकता है। അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? तो क्या समझना है? എവിടെയാണ് നിക്ഷേപം കണ്ടെത്തേണ്ടത്? धन कहाँ खोजना है? ദൈവത്തിൽ നിക്ഷേപം കണ്ടെത്തിയാലുള്ള പ്രത്യേകത എന്താണ്? परमेश्वर में अगर हमारे धन को ढूंढते हैं तो हमें क्या मिलता है? എനിക്ക് അറിയാവുന്ന ഒരു സഹോദരനെ, അദ്ദേഹം ഈവനിങ് മീറ്റിംഗുകൾ ഒന്നും വരാറില്ല. मैं एक भाई को जानता हूँ जो शाम की कोई भी संगतियों में मंडली में नहीं आता। പകല് വരികയാണെങ്കിൽ ഒന്നുകിൽ സിസ്റ്റർ വരും അല്ലെങ്കിൽ പുള്ളി വരും, രണ്ടുപേരും ഒരുമിച്ച് വരൂല. और अगर दिन का मीटिंग हो तो या तो बहन आएंगी नहीं तो वो आएंगे, दोनों साथ कभी नहीं आते। അപ്പൊ ഞാൻ ചോദിച്ചു എന്താ രണ്ടുപേരും ഒരുമിച്ച് വരാത്തത്? मैंने पूछा दोनों साथ में क्यों नहीं आते? അപ്പൊ പറഞ്ഞു അന്ന് കാലത്ത് നമ്മുടെ നാട്ടിലെ VCR ഉണ്ട്, TV ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും കൊണ്ടുപോയാൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം, അതുകൊണ്ട് ഞങ്ങൾ ഒരാൾ അവിടെ ഇരിക്കുകയാണ്. तो उस समय में हमारे घरों में जो VCR TV वो जमाना था तो उन्होंने कहा कोई तो ले जाएगा अगर घर पे कोई नहीं तो इसलिए हम में से एक का वहाँ होना അതെ, जरूरी है। ഇത്തിരി കാശുള്ളവർക്ക് അതൊക്കെ മേടിക്കാനൊന്ന് കഴിയുള്ളൂ. और थोड़े पैसे वालों को ही उस समय में VCR और TV वो खरीद सकते हैं അതുകൊണ്ട് ഇതിന് കാവലിരിക്കുക. और इसीलिए वो इसका रक्षा कर रहे हैं। നമ്മള് ഇതേപോലെ കുറെ വസ്തുവകളുടെ കാവലിരിക്കുക. इस तरह से ऐसी कोई यहाँ की संसार की संपत्ति का हम पहरा എന്നാൽ बने हैं, നിക്ഷേപത്തിന് കാവലിരിക്കാൻ പറ്റുമോ? लेकिन धन के लिए क्या कोई पहरा दे सकता है? എന്താ നിക്ഷേപം? धन क्या है? യഹോവ ഭക്തിയാ നിക്ഷേപം. परमेश्वर का भय। ആ ഭക്തിയാ നിക്ഷേപമെങ്കിൽ എപ്പോഴൊക്കെ അത് തുറന്നു നോക്കേണ്ടത്? और वो भय अगर हमारा निवेश है तो कब उसको खोल कर देखना है? എപ്പോഴൊക്കെയാ നിക്ഷേപം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ഉറപ്പാക്കേണ്ടത്? हमारा धन है या नहीं इसका पुष्टि हमको कब करना है? എവറി ഡേ, हर दिन, എല്ലാ ദിവസവും हर समय। നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിക്ഷേപമായിട്ട് ദൈവത്തെ കാണുന്നെന്ന് ഒരിക്കല് എല്ലാ ദിവസവും ആരംഭത്തിൽ, ദിവസത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള കർത്താവേ എന്നോട് അങ്ങനെ സംസാരിക്കണം, അങ്ങയുടെ വചനം എനിക്ക് നൽകി തരണം, അതാ പ്രാർത്ഥിക്കേണ്ടത്. हमारे जीवन में परमेश्वर को हमारा धन हमने बनाया है तो प्रतिदिन सुबह परमेश्वर मुझसे बात कर, परमेश्वर मेरी सुन, हमें उस धन को हर रोज खोल कर देखना है। അവൻ പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 34, 35, 36 വായിക്കണം. नीति वचन 8 उसका 34, 35 और 36। ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടൽക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു,
അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. പ്രാണഹാനി വരുത്തുന്നു. ആ നിന്നെ ദ്വേഷിക്കുന്നവരൊക്കെ മരണത്തെ ചെയ്യുന്നു. ഓ, എന്താ ഇത് സംഭവം? വായിച്ചു. क्या ही धन्य है वे मनुष्य जो मेरी सुनता, वह मेरी देवड़ी पर प्रतिदिन खड़ा रहता है और मेरी द्वारों के खंभों के पास दृष्टि लगाए रहता है, क्योंकि जो मुझे पाता है वह जीवन को पाता है और यहोवा उसमें प्रसन्न होता है। ആരെ ഭാഗ്യവാൻ? कौन है धन्य व्यक्ति? ആരെ ഭാഗ്യവാൻ? ഓക്കെ, റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് മോനെ. Blessed is the man who listens to him, watching daily at my gates, waiting at the post of my door. For whoever finds me finds life and obtains favor from the Lord. But he who sins against me wrongs his own soul. All those who hate me love death. ആരാ ഭാഗ്യവാൻ? कौन है धन्य व्यक्ति? ലോട്ടറി കിട്ടിയവൻ, जिसे लॉटरी मिला അല്ലെങ്കിൽ ഇത്ര സമ്പത്തുള്ളവൻ. या फिर जो इतना धनी है। നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നത് ഈ മെറ്റീരിയൽ വേൾഡിന്റെ അടിസ്ഥാനത്തിലാണ്. हमारा सारा हिसाब जो है यहाँ की आर्थिक निर्धार पर है। എന്നാല് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മുഴുവൻ ധനവും ദൈവത്തിലാണ്. लेकिन परमेश्वर में भरोसा रखने वाला एक व्यक्ति को संदर्भ में उसका सारी संपत्ति और धन परमेश्वर है। ഒരിക്കൽ മോറിസ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ ആഫ്രിക്കയിലെ മിനിസ്ട്രിയും കഴിഞ്ഞിട്ട് താനെ കപ്പലിൽ വരിക. एक बार प्रभु का दास मॉरिस अफ्रीका में प्रभु की सेवकाई के बाद जहाज में वापस लौट रहा था അതേ കപ്പലിലെ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഏരിയയിൽ ഉണ്ടായിരുന്ന യുഎസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. और उसी जहाज के फर्स्ट क्लास में यूएस का प्रेसिडेंट था। ഇവിടെ വന്ന് ഈ ഷോറിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പടയാളികള്, അവരുടെ മേധാവികള്, അദ്ദേഹത്തിന്റെ വലിയ വലിയ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് പ്രസിഡന്റിനെ സ്വീകരിക്കുന്നു. और किनारे में आकर जब वो जहाज से उतरे तो उनका स्वीकार करने के लिए वहां के सेनापति, वहां के बड़े बड़े उद्योगपति और वहां के बड़े लोग, सेना के लोग, सब लोग थे। എന്നാല് മോറിസ് മിഷണറിയുടെ മുഖത്ത് ഒരു വലിയ ദുഃഖം. तो मॉरिस मिशनरी के मुंह में एक दुख छाया। തന്റെ ഭാര്യ ചോദിച്ചു, എന്താ ഇങ്ങനെ ദുഃഖിതനാകുന്നതെന്ന്. पत्नी ने पूछा, तुम ऐसा दुखी क्यों हो? അല്ല, നമ്മളെ സ്വീകരിക്കാനും കാണാനും ആരും ഇല്ലല്ലോ. हमारा स्वागत करने के लिए, हमें स्वीकार करने के लिए, देखने के लिए भी कोई नहीं है। അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ ദുഃഖിതനാകണ്ട, അവരവരെ വീട്ടിൽ വന്നു കഴിഞ്ഞു, നമ്മൾ നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. तो उस पत्नी ने कहा कि वो उनके घर में आया इसलिए उनका स्वागत हो रहा है, हम अभी तक घर पहुंचे नहीं है, हम अभी उस सफर में है। നമ്മുടെ രാജ്യം ഇതല്ല. हमारा राज्य ये नहीं है। നാം സ്വർഗീയ രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. स्वर्ग के राज्य की ओर सफर करने वाले। അവിടെ ചെല്ലുന്ന ദിവസം നമ്മെ സ്വീകരിപ്പാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. और वहां जब हम पहुंचेंगे हमारा स्वागत करने के लिए परमेश्वर अपने स्वर्गदूतों को भेजेगा। സ്തേഫാനോസിന്റെ അനുഭവം എന്നെ പലപ്പോഴും വളരെ സങ്കടത്തിലേക്ക് എന്നെ കൊണ്ടുപോകാറുണ്ട്. स्तेफानोस का अनुभव कई बार मुझे एक दुख की ओर ले जाता है। സ്തേഫാനോസ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും देखो स्वर्ग खुला हुआ, ഇതേ ദൈവപുത്രൻ തന്റെ പിതാവിന്റെ വലത്തുഭാഗം നിൽക്കുന്നു ഞാൻ കാണുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. परमेश्वर का पुत्र पिता के दाहिने ओर खड़ा है, ये मैं देखता हूँ, ऐसा जोर से पुकार कर बोला। എന്തുകൊണ്ടാണ് ദൈവപുത്രൻ അവിടെ എഴുന്നേറ്റ് നിന്നത്? क्यों परमेश्वर का पुत्र वहां खड़ा हुआ? നമ്മൾ മറ്റു പല ഭാഗങ്ങളും വായിക്കുന്ന ഹി സീറ്റഡ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നാ अलग വായിക്കുന്നത്. अलग जगहों पर कलाम में हम पढ़ते हैं परमेश्वर के दाहिने ओर वो बैठा हुआ है। എന്നാൽ ഇതാ സ്തേഫാനോസിനെ സ്വീകരിപ്പാനായിട്ട് സ്വർഗത്തിൽ ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. लेकिन यहाँ पर स्तेफानोस का स्वागत करने के लिए स्वर्ग में परमेश्वर का पुत्र उठ खड़ा हुआ है। സ്വർഗത്തിന് പോലും ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. स्वर्ग भी बैठ नहीं सकता, കാരണം कारण ഇതാ എന്നെ ഏറ്റുപറഞ്ഞ് എന്റെ അടുത്തോട്ട് വരുന്നവനെ സ്വീകരിപ്പാനായിട്ട് ഇതാ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. मुझे अंगीकार कर कर मेरे पास आने वाले व्यक्ति को स्वागत करने के लिए परमेश्वर का पुत्र खड़ा हुआ है। Praise the Lord. हालेलुया। പ്രിയമുള്ളവരെ, നമ്മൾ യാത്രയിലാണ്. प्रिय लोगों, हम भी एक ऐसा सफर में है। നമ്മുടെ നിക്ഷേപമായിരിക്കേണ്ടത് ദൈവത്തിങ്കിലാണ്. हमारा धन जो है वो परमेश्वर बनना है। അങ്ങനെയെന്ന് വരികിലേ ഇവിടെയല്ല ഞാൻ ഭാഗ്യവാൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ദേശമാണ് എനിക്ക് ഭാഗ്യമുള്ളത്. ऐसा है तो मेरी धन्यता यहाँ इस संसार में नहीं है, परमेश्वर जो भवन मेरे लिए बनाया वो मेरी धन्यता है। അതുകൊണ്ട് എന്റെ പ്രയോറിറ്റി എന്നാണ്? इसलिए मेरी प्राथमिकता क्या है? ഈ ദൈവരാജ്യത്തെ കുറിച്ച് ധ്യാനിക്കുന്നതാണ്. इस परमेश्वर के राज्य के बारे में मगन करना। എന്റെ നിക്ഷേപം ഉള്ളിടത്താണ് എന്റെ ഹൃദയം ഇരിക്കുന്നത്. मेरा धन जहाँ है वहाँ मेरा मन है। ദൈവത്തിങ്കിലാണ് എന്റെ നിക്ഷേപം. परमेश्वर में मेरा धन है। ഞാൻ അവനിൽ നിക്ഷേപമായിട്ട് കണ്ടെന്ന് വരികില് എന്റെ സകല കാര്യങ്ങളും നിർവഹിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. और मैंने अगर उसे मेरा धन बनाया है, मेरी सारी बातों में कार्य करने वाला परमेश्वर मेरे लिए कार्य करेगा। അങ്ങനെയെന്ന് വരികില് എന്തിലാ നമ്മൾ ഡിലൈറ്റഡ് ആകുന്നത്? अगर ऐसा है तो
तो मैं किसमें सुखी होता हूँ, നമുക്ക് എന്നിലാണ് സന്തോഷമുള്ളത്? हमें किसमें आनंद पाते हैं। 112 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. भजन संहिता 112 उसका पहला आयत को पढ़े। ഓ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. परमेश्वर का जो भय मानता है और उसकी आज्ञा को मानता है वो अति प्रसन्न और धन्य है। എന്താണ് ഇവന്റെ നിക്ഷേപമുള്ളത് മുഴുവൻ ദൈവത്തിങ്കിലാ, അതുകൊണ്ടാണ് അവൻ സന്തോഷിക്കുന്നത്. और उसका पूरा धन जो है वो परमेश्वर में है, इसीलिए वो आनंदित है। എന്റെ ഒരു സ്നേഹിതൻ വിവാഹത്തിന്റെ ആലോചനക്കായിട്ട് പോയി. आपका एक मित्र उस शादी का जो आलोचना है उसके लिए वो गए। അപ്പോൾ ആ പെങ്കൊച്ചിന്റെ അപ്പൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് മതി എന്റെ മോളെ കാണില്ലെന്ന് പറഞ്ഞു. तो लड़की के पिता ने कुछ सवाल वगैरह किया, उसके बाद पूछा क्या तुम लड़की को मिलना चाहते हो। അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, നിന്റെ പിന്നെ ഇത് ധനം എന്തോ ആണെന്ന്. तो उन्होंने पूछा आपका धन क्या है। പുള്ളി കയ്യിൽ വേദോസ് ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ ഏറ്റവും വലിയ ധനം. उनके हाथों में बाइबल था। उन्होंने कहा ये मेरा सबसे बड़ा धन है। ഞാൻ വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നയാളാണ്. मैं उत्तर इंडिया में सेवकाई के लिए जाता हूँ। അതിലെ തന്റെ കയ്യിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ തന്റെ സ്വരൂപിച്ച് എന്താ കയ്യിൽ വെക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചു. और वहां पर आपके हाथ में आप एक धन के तौर पर क्या रखना चाहते हैं। ബ്രദർ ഈപ്പൻ ജോർജ് പറഞ്ഞു, ईपन जॉर्ज भाई ने कहा നിക്ഷേപമായിട്ട് കൊണ്ടുപോകാനുള്ളത് എന്റെ വേദപുസ്തകമാണ്. मेरे धन मेरे लिए केवल ये बाइबल है। ഇത് ഞാൻ ധ്യാനിക്കും തോറും എന്റെ ദൈവം എന്നോട് കൂടെ വരുന്നുണ്ട്. और ये जितना अधिक मैं इसमें से मनन करता हूँ, पढ़ता हूँ, मेरा परमेश्वर मेरे साथ आता है। എന്റെ നിക്ഷേപം ഞാൻ കണ്ടിരിക്കുന്നത് ദൈവത്തെങ്കിലാണ്. मेरा धन मैंने परमेश्वर में देखा है। ആ പെങ്കൊച്ചിന്റെ അപ്പൻ ചോദിച്ചു, മോനെ നിനക്ക് ബുദ്ധി ലെവലിക്ക് തന്നെയാണോ എന്ന്. और उस लड़की के पिता ने पूछा बेटा क्या तेरा दिमाग सही है। MSc ഫസ്റ്റ് ക്ലാസ്സില് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ആളാ കേട്ടോ. MSc फर्स्ट क्लास में, ഫസ്റ്റ് ക്ലാസ് അല്ല, ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാ. फर्स्ट रैंक में केरला यूनिवर्सिटी से पास हुआ व्यक्ति है। പുള്ളിക്കാരൻ പറഞ്ഞു, അതിനേക്കാൾ എല്ലാം ഉപരി ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്റെ ദൈവവചനത്തിലുള്ള എന്റെ ആശ്രയമാണ്. उसने कहा उससे भी अधिक मैंने मेरे परमेश्वर में उस भरोसा को मैंने पाया है। ഇപ്പോഴും രാജസ്ഥാനിലുണ്ട്. आज राजस्थान में है, ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. एक बार भी वापस नहीं आया। പുള്ളി പറഞ്ഞു, ഈ ദൈവവചനം ഈ നിക്ഷേപം എന്റേതായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഴിയുവാണ്. उसने कहा इस धन को मैंने अपने हृदय से लगाकर आलिंगन कर मैं यहाँ रहता हूँ। പ്രിയമുള്ളവരെ, നമ്മളെ എന്തിലാ നിക്ഷേപം കണ്ടത്? हमने किसमें अपने धन को देखा है। ഞാൻ ദൈവത്തിൽ നിക്ഷേപം കണ്ടെന്നൊരിക്കൽ ഒരു ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. अगर परमेश्वर में आपने धन को देखा है तो कोई भी वैरी आपको छू नहीं सकता। ഒരുവനും നിന്റെ നേരെ നിൽക്കയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. कोई भी तेरे खिलाफ खड़ा नहीं होगा, ये परमेश्वर का वायदा है। യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലെ ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. योशुआ 1 का 5 में परमेश्वर उसको ये वायदा देता है। യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ വായിക്കുന്നത് നീ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. योशुआ 1 का 8 और 9 में देखते हैं तू तेरा वचन पढ़ते रहना, എന്നാൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ऐसा करेगा तो जो कुछ भी तू करेगा वो सफल होगा। നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. भरोसा और दृढ़ पंक्ति बने। നമ്മുടെ ജീവിതത്തില് നമ്മൾ നിക്ഷേപമായിട്ട് കണ്ടെന്ന് വരികയില്ല, പിന്നെ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട. हमारे जीवन में हमने परमेश्वर को धन बनाया है तो फिर किसी चीज का डर नहीं। നമ്മുടെ ജീവിതത്തില് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിക്കുക. हमारे जीवन में क्या हमने वो देखा है, ये सवाल है। Is that really the Jesus? I mean, the word of God is a treasure to me. क्या वास्तव में परमेश्वर और परमेश्वर का वचन मेरे लिए धन है। ആ ധനമാണെന്ന് വരികയിലുണ്ടല്ലോ, ഒന്നിനെ കുറിച്ചും ഭയപ്പെടാണ്ടത്. अगर वो धन है तो किसी चीज की हमें फिक्र या डर नहीं। 119 സങ്കീർത്തനത്തിന്റെ 72-ാം വാക്യമാണ് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഒരിക്കൽ പറഞ്ഞത്, ആരംഭിച്ച ഞാൻ വന്ന ദിവസങ്ങളില്. भजन संहिता 119 1000 പൊന്നെ വെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിലുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. हजारों हजारों सोने सिक्के चांदी से बड़ा तेरा न्याय व्यवस्था मेरे लिए बड़ी बात। എന്താണ് 1000 പൊന്നെ വെള്ളി നാണ്യത്തേക്കാൾ വിലയുള്ളത്? हजारों हजारों सोने के सिक्के और चांदी के सिक्के से जो बहुमूल्य है।
പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തെ ഒന്ന് മനസ്സിലാക്കണം. प्रिय लोगों, इस परमेश्वर के वचन को समझना। എനിക്ക് ഇപ്പോഴും ഇത് വായിച്ച് ധ്യാനിച്ച് തൃപ്തനായിട്ടില്ല. വീണ്ടും എന്നും വായിക്കുക. आज भी ये पढ़कर अभी तक संतृप्त नहीं हुआ, हर रोज फिर पढ़ता हूँ। ഓരോ ദിവസവും ധ്യാനിക്കും തോറും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുക. प्रतिदिन जब पढ़ता हूँ तो परमेश्वर की आत्मा मुझसे बात करता है। ഈ വചനത്തിൽ ധ്യാനിക്കും തോറും വചനത്തിന് ഒത്തവണ്ണം ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിപ്പാൻ और ഇടയുണ്ടാകും. वचन जितना पढ़ते हैं उतना वचन के अनुसार जीने के लिए मैं अपने आप को समर्पण कर पाता हूँ। ഞാൻ പലപ്പോഴും പലതിനും ഞാൻ കഴിവില്ലാത്തവനാ. मैं कई बार बहुत सी चीजों के लिए मुझ में कोई क्षमता नहीं है। ഞാനൊരു ഡിഗ്രിക്കാരനൊന്നുമല്ല. ഞാൻ SSLC മാത്രം പഠിച്ച ഒരാളാ. मुझे कोई डिग्री नहीं है, मैं केवल SSLC पास हुआ व्यक्ति हूँ। സെക്കുലർ എഡ്യൂക്കേഷൻ ഒന്നുമില്ല. सेक्युलर एजुकेशन मेरी नहीं है। എന്നാല് ദൈവം കൃപ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷുകാരായിട്ടുള്ള സഭ നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ പറയാൻ ദൈവം ചെയ്യുന്നത്. എനിക്ക് ഒരു അവകാശവും ഇതിനകത്ത് പറയാനില്ല. परमेश्वर का अनुग्रह है, इसलिए अंग्रेजी बात कर सकता हो और अंग्रेजी लोग, निवासी लोग मेरे कलीसिया में सदस्य है। ये सब परमेश्वर का कृपा अनुग्रह है, मेरी कोई क्षमता नहीं। ഓ, ദൈവവചനത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണം. परमेश्वर के वचन की बड़प्पन को समझना। പെറു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ വില്ലിഗ്രാം ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. पेरू नाम जगह में बिल्ली ग्राम में प्रचार करने गया। അവിടെ ട്രാൻസ്ലേഷൻ ആരെയും കാണുന്നില്ല, കിട്ടുന്നില്ല. वहाँ पर अनुवाद करने के लिए कोई मिल नहीं रहा അവിടുത്തെ കമ്മിറ്റി പലരെയും അന്വേഷിച്ചു. और वहाँ की समिति ने बहुत लोगों की खोज की പത്രത്തിൽ പരസ്യം കൊടുത്തു. और उन्होंने अखबारों में उन्होंने इश्तिहार दिया। അപ്പോൾ ഒരുവൻ വന്നു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന്. तो एक व्यक्ति आकर बोला मैं अनुवाद करूंगा। അപ്പൊ അവര് ചോദിച്ചു, നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചതെന്ന്. तो उन्होंने पूछा कि तुमने अंग्रेजी कैसे पढ़ा। അവൻ പറഞ്ഞു, ഞാൻ വേദോസം വായിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് ഇത് കറക്റ്റ് തെറ്റില്ലാത്ത ഗ്രാമർ ഒന്നും തെറ്റില്ലാത്ത ഒരു പുസ്തകം ഞാൻ കണ്ടെത്തിയത് ബൈബിൾ, അത് ഞാൻ വായിക്കുകയായിരുന്നു. तो उसने कहा मैंने बाइबल पढ़ा है और बिना कोई भी ग्रामर का मिस्टेक या व्याकरण गलत नहीं हुआ, ऐसा कोई किताब बाइबल है और वो मैंने पढ़ा है। അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പ്രസംഗിച്ചോട്ടെ, ഞാൻ പരിഭാഷപ്പെടുത്ത ഒരു ട്രയൽ നോക്കാൻ പറഞ്ഞു. और इसीलिए उनको प्रचार करने दो, मैं अनुवाद करूंगा। हम लोग कोशिश करते हैं। ഫസ്റ്റ് ഡേ ട്രയൽ, पहला दिन कोशिश, എല്ലാവർക്കും തൃപ്തി. सब लोगों को आश्वासन हुआ। അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദൈവവചനം വായിക്കാൻ തുടങ്ങും തോറും എന്റെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്താനായിട്ട് തുടങ്ങി. उन्होंने कहा जितना मैं ये वचन पढ़ता हूँ उतना मेरे शरीर को परमेश्वर जो है वो रूपांतर करते थे। അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. यीशु को उसने उद्धारकर्ता के तौर पर स्वीकार किया മറ്റൊരുവിനെ പരിഭാഷപ്പെടുത്തത്തക്ക രീതിയിൽ തന്നെ ദൈവം മാറ്റിയെടുത്തു. और दूसरे व्यक्ति के लिए अनुवाद करके दे, इस रीति से परमेश्वर ने उनको बदल दिया। പ്രിയമുള്ളവരെ, ये लोगों, ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒരു കഥ പറഞ്ഞു, ഒരു ഭിക്ഷാടനം നടത്തുന്ന ആളുടെ കഥ. मैंने एक बार एक कहानी बोला। एक व्यक्ति जो एक भिक्षु है, ഭിക്ഷാടനം നടത്തുന്നവൻ അറിയില്ല തന്റെ കയ്യിലിരിക്കുന്ന പാത്രം वो ഏതാണെന്ന്. भिक्षु नहीं जानता वो जिस कटोरे में वो भिक्षा मांगता है वो कैसा कटोरा है। 4.5 കിലോ ഉള്ള നല്ല പ്യുവർ സ്വർണമാണ് കയ്യിലുള്ളത്. 4.5 किलो का एकदम प्योर, एकदम निर्मल सोना उसके पास था। നമ്മുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നേ വരെ വില മനസ്സിലാക്കിയില്ല. हमारे हाथों में जो है इसके बारे में हमने आज तक उसका मूल्य नहीं समझा है। ഇത് നമ്മൾ ധ്യാനിക്കും തോറും നമ്മളെ നല്ല ശക്തന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. जितना हम मनन करेंगे उतना हम बलवंत होते रहते हैं। അപ്പോൾ ഒന്നാമത്തേത് നമ്മള് വചനം പ്രയോറിറ്റി ടു സീക്ക് ദ കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്. तो सबसे प्रथम जो है परमेश्वर का राज्य और उसके धर्म का हमको खोज करना। അതിനുവേണ്ടി ദൈവവചനം ധ്യാനിക്കുക. और उसके लिए परमेश्वर का वचन को मनन करें। സെക്കൻഡ്ലി വി ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് और ഗോഡ്. दूसरा परमेश्वर के वचन में सुख पाए। മൂന്നാമത്തേത് ഈ ധനം കണ്ടെത്തിയവന് സാറ്റിസ്ഫാക്ഷൻ. और तीसरा जो ये धन को पाया है वो संतृप्त है। ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ ഫോൺ ചെയ്ത് പറയും, ഓമനെ ഇതേ ഒരാള് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. मैं कई बार जब घर में किसी को ले आता हूँ तो अपनी धर्मपत्नी से कहता हूँ कि मैं ऐसे एक व्यक्ति को ले आ रहा हूँ। ഓമന പറയും, വിഷമിക്കേണ്ട, എല്ലാം ഫ്രിഡ്ജിലുണ്ട്. तो बोलते कि कोई बात नहीं, आप ले आओ, फ्रिज में सब कुछ है। ഇറച്ചി വേണോ, മീൻ വേണോ, പച്ചക്കറി വേണോ, എല്ലാം റെഡിയാണ്. मांस चाहिए, मच्छी चाहिए, जो भी चाहिए सब तैयार है। എന്താ കാരണം? कारण क्या है? ഫ്രിഡ്ജിനകത്ത് ഉണ്ടെന്നുള്ളതുകൊണ്ടാ. फ्रिज के अंदर है इसलिए। നമുക്ക് ദൈവവചനം നമ്മുടേതായിട്ട് മാറിയാലുണ്ടല്ലോ, परमेश्वर का वचन अगर हमारा ഏത് ശത്രുവിനോടും പോരാടുവാൻ ഈ വചനം നമ്മെ സഹായിക്കും. किसी भी शत्रु से लड़ने के लिए ये वचन हमारी सहायता करेगा। പിശാച് കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി പറയുന്നത് എന്താ?
शैतान ने जो भी सवाल किया उसको यीशु मसीह ने कैसे जवाब दिया? വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. वचन में ऐसा लिखा है। 119 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ കൽപ്പനകൾ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. 119:11 വാക്യം. भजन संगीता 119 में वहां लिखा है, मैं तेरे वचन को अपने हृदय में रख छोड़ा है ताकि मैं तेरे खिलाफ पाप ना करूं। നമ്മുടെ ഈ ലോകത്ത് വിജയകരമായ ജീവിതം നയിപ്പാൻ താല്പര്യപ്പെടുന്നവരെ ഈ വചനത്തിൽ ആശ്രയിക്കുന്നവരാകാം. संसार में एक जयवंत जीवन अगर जीना चाहते हैं तो इस वचन में हमारा भरोसा होना। ഏത് പ്രശ്നങ്ങളുണ്ടോ അതിനെ തരണം ചെയ്യുവാൻ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ ഈ വചനത്തിലൂടെ जो ശക്തീകരിക്കും. भी समस्या क्यों ना हो, लेकिन उसको सामना करने के लिए परमेश्वर अपने वचन के द्वारा हमारी आत्मा में हमको बल देगा। പ്രൈസ് ദി ലോർഡ്. हालेलुया। ഒത്തിരി ധനമുണ്ടായിട്ട് കാര്യമില്ലെന്നാ വചനം പറയുന്നത്. बहुत धन होने से उपयोग नहीं है, ऐसा वचन ഒന്ന് सिखाता है। വായിച്ച് സദൃശ്യം പ്രോവർബ്സ് ചാപ്റ്റർ 15 വേഴ്സ് 16. नीति वचन 15 का 16। ആ ഓ ഇത് വളരെ ചിന്തനീയമാണ്. ഒന്ന് വായിച്ച് ഒന്നുകൂടെ ഒരാൾ ശബ്ദത്തിൽ വായിച്ച്. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പം മതി കേട്ടോ. घबराहट के साथ बहुत रखे हुए धन से यहोवा के भय के साथ थोड़ी धन उत्तम है। എന്താ വേണ്ടിയത്? क्या चाहिए? ഏതാ ആവശ്യം? क्या जरूरी है? നമുക്ക് യഹോവ ഭക്തിയാണ് ആവശ്യം. परमेश्वर का डर भय चाहिए। ഇത് പണ്ടൊരു മിഷണറി സുവിശേഷ വേലയൊക്കെ ചെയ്യുന്ന ഒരാളാ. एक पुराने जमाने में एक मिशनरी परमेश्वर का सेवकाई करने वाला എല്ലാ വീടുകളിലും പോയി ട്രാക്ട് കൊടുക്കുകയും പലയിടത്തും ഓപ്പൺ എയർ മീറ്റിംഗ് ഒക്കെ പ്രസംഗിക്കുന്ന ആളാണ്. हर घर जाकर पर्ची देते हैं और हर जगह में खुला मीटिंग करते हैं। എന്നാൽ വീട്ടിൽ വരുമ്പോൾ കാര്യമായിട്ടൊന്നും വീട്ടിലില്ല. लेकिन घर में जब आते हैं तो घर में ऐसा कुछ नहीं है। പണ്ട് കാലത്തെ നമ്മുടെ ഓല വേഞ്ഞ വീടുകളെ അറിയാമല്ലോ. पुराना जमाने में जानते हैं ना, जो केले के पत्ते से रखा हुआ एक छत होता है। സൂര്യൻ ഉദിച്ചാൽ ഇവിടെ വീട്ടിലുണ്ട് സൂര്യൻ. अगर सूरज उगे तो घर के अंदर सूरज है, മഴ പെയ്താൽ ഇവിടെ ഉണ്ട് വെള്ളം. और अगर बरसात हो तो पानी भी घर में അത്ര है। ലീക്കിംഗ് സ്റ്റേജിലാണ്. ऐसा रिसाव होने वाला है। എന്നാൽ തന്റെ വീടിന്റെ മുന്നിൽ ഒരു വലിയ ധനികൻ താമസിക്കുന്നു. और उनके घर के सामने एक बहुत बड़ा धनी रईस व्यक्ति रहता था। അദ്ദേഹം എല്ലാ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് ഹണ്ടിങ്ങിന് പോയിട്ട് ആ മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് പാകം ചെയ്ത് വളരെ കെങ്കേമമായിട്ട് പരിപാടി നടത്തും. वो बीच बीच में शिकार पर निकलते और शिकार किया हुआ जानवरों को ले आकर बहुत बड़ी जो है पकवान वगैरह बनाते। ആ രാത്രി താനെ ഹണ്ടിങ്ങിന് പോകുന്ന അവസരത്തിൽ വലിയ പരിവാരവുമായിട്ടാണ് പോകുന്നത്. और उस रात को जब वो शिकार करने निकले तो बहुत सवारी बहुत साथियों को लेकर जाते हैं। തിരിച്ചു വരുന്ന അവസരത്തിൽ തന്നെ സ്വീകരിപ്പാൻ ഒരുപാട് ജനങ്ങളുണ്ട്. और वापस जब आते हैं तो उनका स्वागत करने के लिए बहुत लोग होते हैं। എന്നിട്ട് അന്ന് കിട്ടിയ ഇത് ഹണ്ടിങ്ങിന് പോയി കിട്ടിയിരിക്കുന്ന മൃഗങ്ങളെല്ലാം പുറത്തോട്ട് എടുക്കുക, അത് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അവരുടെ സ്ഥിരം പതിവാണ്. और उस दिन जो भी शिकार में उन्होंने पाया है वो शिकारी जानवरों को बाहर लेके आते हैं और उनको क्लीन करते हैं और उसका पकवान बनाकर इस तरह से उनका रोजमर्रा का जीवन है। ഒരു ദിവസം രാവിലെ ഈ കർത്താവിന്റെ ദാസൻ തന്റെ വീടിന് ഈ ഓലമേഞ്ഞ വീടിന്റെ മുന്നിലിരുന്ന് താൻ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ഇതേ ആളുകളെല്ലാം വരുന്നു, സ്വീകരിക്കുന്നു. ഇദ്ദേഹത്തിന് ഹണ്ടിങ്ങിന് പോയിട്ട് വരിക. एक दिन सुबह इस तरह से प्रभु का दास अपनी छोटी सी वो झुग्गी झोपड़ी में बैठकर जब चाय पी रहा था तब वहां देखते हैं ये व्यक्ति शिकार करके आ रहा है। उसके स्वागत में बहुत से लोग वहां आए हैं। കഥ ഇങ്ങനെയാണ്. ये कहानी ऐसा है। താനൊരു അശരീരി കേട്ടു. उसने एक आवाज सुना, മകനെ നീ എന്തിനു ഭാരപ്പെടുന്നു? बेटा तो क्यों डर रहा है? ഇവരൊക്കെ ഇവരുടെ വീട്ടിലോട്ട് വന്നു. ये सब इनके घर में आए हैं। ഞാൻ നിനക്ക് ഒരുക്കിയിരിക്കുന്ന വീട്ടിലേക്ക് നീ തയ്യാറായാൽ മാത്രം മതി. मैंने तेरे लिए तैयार किया और भवन में केवल आने के लिए तुझे तैयार होना है। അവിടെ ലീക്ക് ചെയ്യുന്ന വീടല്ല എനിക്കുള്ളത്. वहां पर रिसाव करने वाला घर नहीं। ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ടാണ് നീ കാത്തിരിക്കുന്നത്. परमेश्वर ने अपने हाथों से बनाया हुआ और नींव डाला हुआ ऐसे नगर के लिए तू इंतजार कर रहा है। പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസേനയിൽ ആനന്ദിപ്പാൻ വകയുണ്ട്. ये लोगों परमेश्वर में आनंदित होने के लिए हमारे पास कारण है। നാം ഭയത്തോടുകൂടിയല്ല ദൈവത്തെ അനുഗമിക്കുന്നത്. हम डर के साथ परमेश्वर का अनुकरण नहीं करते। ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ അനുഗമിക്കുന്നത്. परमेश्वर कार्य करेगा उनके वायदाओं के आधार पर, उस पर निर्धारित होकर परमेश्वर के पीछे अनुकरण। യഹോവ ഭക്തിയാണ് നമ്മുടെ ധനമായിരിക്കേണ്ടത്. परमेश्वर का भय हमारा धन होना। യഹോവ ഭക്തി നമ്മുടെ ധനമാണെന്ന് വരികില് പിന്നെ ജീവിതം ഒരു വെല്ലുവിളിയാണെന്നാണ് ഞാൻ പറയാം. परमेश्वर का भय अगर हमारा धन है तो उसके बाद हमारी जीवन एक चुनौती है।
ഇനി പൗലോസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഏതൊന്നിനാൽ മാറ്റുവാൻ കഴിയും? और इसलिए प्रेरित पौलुस सवाल करते हैं कि परमेश्वर के प्रेम से क्या मुझे अलग करे? റോമാലേഖനം 8 അധ്യായത്തിന്റെ 35 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അവസാനിക്കുന്നത്, നോട്ട് ഈവൻ ലൈഫ് ഓർ ഡെത്ത് കാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. रोमन के पत्री 8 को अगर नीचे बढ़ते हैं, वहां पर अंत में वो इस तरह से अंत किया जाता है कि जीवन या मृत्यु कुछ भी मुझे परमेश्वर के प्रेम से अलग नहीं कर सकता। ജീവനോ മരണമോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. चाहे जीवन हो चाहे मृत्यु हो, परमेश्वर के प्रेम से मुझे अलग नहीं कर सकता। ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, എനിക്കിന്ന് മരിക്കുന്നത് ലാഭമാണ്. फिलिपियों की पत्री में प्रेरित पौलुस ने कहा, मुझे मरना तो लाभ है। നമ്മൾ ആരെങ്കിലും ലാഭമായിട്ട് മരണം കണ്ടിട്ടുണ്ടോ? हम में से किसी ने मृत्यु को लाभदायक देखा? എങ്ങനെയാ അത് ലാഭമായിട്ട് കാണാൻ പറ്റണേ? कैसे उसको लाभदायक देखा जा सकता है? ഞാൻ എന്റെ സ്വന്തം ഭവനത്തിലേക്ക് യാത്ര मैं ചെയ്യുക. मेरे अपने भवन में यात्रा कर रहा हूँ। പ്രൈസ് ദി ലോർഡ്. हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല. हमारा मकसद यहाँ नहीं है। ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ദേശമുണ്ട്. परमेश्वर ने तैयार किया हुआ अच्छा देश है। ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ബോഡിയിൽ ആരും ചുമനം ചെയ്യരുത്. मैं अक्सर कहता हूँ, मैं मर जाऊं तो मेरे इस शव शरीर में कोई चुम्बन नहीं लेना। ഞാൻ പോയി, ഇനി ഉള്ളത് വെറുതെ കൂടെ ജഡമാണ് ഈ കിടക്കുന്നത്. मैं चला गया, अब केवल शरीर है यहाँ पर। ഇനി എവിടെയാണ് അടക്കേണ്ടത്? अब कहाँ दफनाना है? അവിടെ തന്നെ ഒരു കുഴി വെട്ടാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെട്ടി ഒതുക്കിക്കോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. വീട്ടിലോട്ടും നാട്ടിലോട്ടൊന്നും കൊണ്ടുപോകണ്ട. अगर उसी जगह पे दफनाने के लिए जगह है तो वही दफना दो, घर में या कहीं ले जाने की कोई जरूरत नहीं है। അത് നോർത്ത് ഇന്ത്യയിലായാലും കൊള്ളാം, സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവിടെ അടക്കാം. और वो दक्षिण भारत में क्यों ना हो, उत्तर भारत में क्यों ना हो, कहीं भी आप दफना सकते हैं। എന്താ ഇതിന് കാരണം എന്ന് അറിയാമോ? कारण क्या है? എന്റെ കർത്താവ് വരുന്ന അവസരത്തിൽ ഞാൻ ഉയർത്തി നിൽക്കും. मेरा यीशु मसीह जब आएगा, मैं उठकर खड़ा हो जाऊंगा। ഹല്ലേലൂയ. हालेलुया। എന്റെ പ്രത്യാശ ഇവിടെയല്ല, അവൻ ഒരുക്കുന്ന നല്ല ദേശത്തിലാണ്. मेरी आशा यहाँ नहीं है, परमेश्वर तैयार करता हुआ उस अच्छे देश में है। നമ്മുടെ ജീവിതത്തില് അവനെ, ആ ദൈവത്തെ ട്രഷറായിട്ട് കാണുന്നുണ്ടോ? हमारे जीवन में उस परमेश्वर को क्या धन होकर हम देखते ഈ हैं। ട്രഷറായിട്ട് കണ്ടവർക്ക് 4 പ്രത്യേകതയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. और ये जो धन जिसने परमेश्वर को देखा है, उसकी 4 विशेषताओं मैंने बताया। നമ്പർ 1, सबसे the पहला, priority उनका जो प्राथमिकता है is seeking the Lord. वो परमेश्वर का खोज करना है, വചനത്തിൽ ആശ്രയിക്കുക, वचन में भरोसा करना, ദിവസേന ദൈവത്തിൽ ആശ്രയിക്കുക, प्रतिदिन परमेश्वर में भरोसा करना, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. परमेश्वर की उपस्थिति का अनुभव करना। That is number 1. ये सबसे प्रथम। അത് ചെയ്യണമെന്ന് പറയില്ല, എന്താ വേണ്ടത്? और ये करना है तो क्या चाहिए? We need to delight in His हमें commandments. परमेश्वर की आज्ञाओं में सुख पाना है, അതാണ് ബ്ലെസ്സിങ്, और वो धन्यता है, അതാണ് അനുഗ്രഹം. वो आशीष है। നമ്മുടെ ജീവിതത്തിലെ ആ ദൈവ വചനത്തിൽ നമ്മൾ ഡിലൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. हमारे जीवन में परमेश्वर के वचन में क्या हमने सुख पाया है? അങ്ങനെയുള്ളവനുള്ള പ്രത്യേകത തന്നെ സാറ്റിസ്ഫൈഡ്. और ऐसे व्यक्ति की खासियत क्या है? वो संतृप्त है। ഞാൻ ഒരിക്കലും കംപ്ലൈന്റ് ഉള്ളവനല്ല. मैं कभी मुझ में कोई शिकायत या रपट नहीं। പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിലെ, ദരിദ്രനായിട്ട് എനിക്ക് ഇരിക്കാൻ അറിയാം, ധനവാനായിട്ട് എനിക്ക് ഇരിക്കാൻ അറിയാം, ഉള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്. ഐ എം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ്. प्रेरित पौलुस फिलिप्पियों की पत्री 4 में क्या लिखता है? वो लिखता है कि दरिद्र बनकर बैठना भी जानता हूँ, धनी बनना भी मैं जानता हूँ, जो कुछ मेरे पास है उसी में मैं संतृप्त हूँ। സാറ്റിസ്ഫാക്ഷൻ ആണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ദൈവവൈതലിന്റെ एक परमेश्वर के संतान का जीवन का जो मुख्य लक्ष्य है या उसका संकेत है, वो संतृप्त होना है। അങ്ങനെയുള്ളവന്റെ 4ാമത്തെ ഞാൻ പറഞ്ഞു, ലൈഫ് ഈസ് എ ചലഞ്ച്. और ऐसा व्यक्ति के लिए 4थे अध्याय में हम देखते हैं जीवन एक चुनौती है। ഇത് ഒരു ഫിയർ ഇല്ലാത്ത ജീവിതം നയിക്കുന്നത്. ये एक निडर जीवन को चलाना है। കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഫിയർ ഇല്ലാത്ത ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ കാരണം. क्योंकि मैं परमेश्वर का भय मानता हूँ, इसलिए संसार में निडर होकर जी सकता हूँ। ജോസഫിന്റെ ജീവിതത്തിലെ പല അവസരങ്ങൾ വന്നിട്ടും അവൻ പറയുന്നത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നാ. यूसुफ के जीवन में कई अवस्थाएं उनके जीवन में, तभी भी यूसुफ कहता है मैं परमेश्वर का डर भय मानता हूँ। നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണോ എന്ന് ചോദിക്കണം. सवाल करना, क्या मैं परमेश्वर का भय रखने वाला हूँ? ആരും കാണുന്നില്ല, कोई नहीं देखता, നമ്മുടെ സഹോദരന്മാരും കൂടിയില്ല. भाई साथ नहीं है, എന്നാ പിന്നെ എന്തു ആകാം? तो कुछ भी हो सकता है। അല്ല, नहीं, ദൈവം കാണുന്നുണ്ട്, परमेश्वर देखता है, നമ്മെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. परमेश्वर हमें समझता നീ है। എന്ത് ചെയ്യുന്നു, എന്ത് വായിക്കുന്നു, എന്ത് നോക്കുന്നു,
നിന്റെ മൊബൈലില് എന്താ ഉള്ളത് ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. तो क्या करता है, क्या पढ़ता है, तेरे मोबाइल में क्या कुछ है, ये सब परमेश्वर जानता है। അങ്ങനെയൊന്നും ഒരിക്കലും ആ ദൈവത്തെ ഭയപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത അനുഭവിക്കുന്നവരാകും. ऐसा है तो इस परमेश्वर को अगर हम डर भय माने तो हम अलग और विशिष्ट ठहरेंगे। യഹോവ ഭക്തി എന്റെ ബലമാണ്. परमेश्वर का भय मेरा बल है। യഹോവ ഭക്തി എന്റെ നിക്ഷേപമാണ്. परमेश्वर का भय मेरा धन है। യഹോവ ഭക്തിയാണ് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. परमेश्वर का भय मेरे जीवन को आगे चलाता है। യഹോവ ഭക്തിയാണ് എന്റെ ജീവിതത്തിന്റെ ആധാരമായിരിക്കുന്നത്. परमेश्वर का भय मेरे जीवन का आधार है। ഞാൻ യഹോവ ഭക്തനായി ജീവിക്കുന്നതിന്റെ കാരണം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പിന്റെ मैं അടിസ്ഥാനത്തിലാണ്. परमेश्वर का भक्त होकर इसलिए जीता हूँ, उसका आधार, उसका नेम ये है कि परमेश्वर मेरे लिए कार्य करेगा। അശൂർ രാജാവിനെ വെല്ലാൻ ആരുമില്ലെന്നാ എല്ലാവരും വിചാരിച്ചത്. सब लोगों ने सोचा असुर राजाओं को चुनौती देने के लिए कोई भी नहीं है। ഫിസിക്കലി നോ വൺ ടു അറ്റാക്ക് ഹിം. शारीरिक तौर पर कोई उसके ऊपर आक्रमण नहीं कर सकता। എന്നാല് ദൈവം പറയാണ് ഞാനാണ് അവന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. लेकिन परमेश्वर कहता है मैं उसके लिए ये करूंगा। എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? कैसे करने वाला है? അവന്റെ മൂക്കിനെ ഇത് ഒരു കൊളുത്തിട്ടിട്ട് കൊണ്ടുപോകാൻ പോവുക. उसके नाक में नखेल डाल के उसे ले जाने वाला है। അവന്റെ മുഴുവൻ സൈന്യത്തെയും ഇതാ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവസാനിപ്പിച്ചു. उसकी पूरी सेना को परमेश्वर का स्वर्गदूत आकर निस्तनाबूद कर दिया। ഇനി എന്താ അവന് ചെയ്യാൻ കഴിയുന്നത്? वो क्या कर सकता है? തിരിച്ചു പോവുക. वापस लौटता है എന്നിട്ട് അവന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നിട്ട് ചോദിക്കുന്നത് എന്താ കാര്യമെന്ന്. और उसके परमेश्वर के सामने खड़ा होकर कहता है ये क्या बात है? അവൻ അങ്ങോട്ട് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ സ്വന്തം മക്കൾ വന്നിട്ടാണ് അവന്റെ കഴുത്തറുത്ത് അവനെ കൊല്ലുന്നത്. और उसकी ओर जब वो झुककर दंडवत कर रहा था, उसके अपने बच्चों ने आकर उसका सर काट दिया। ഹിസ്കിയാ രാജാവ് യുദ്ധം ചെയ്യാൻ പോയോ? इसके राजा का युद्ध करने गया, താൻ എന്താ ചെയ്തത്? उसने क्या किया? അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. परमेश्वर में भरोसा रखा അവന്റെ മുഴു ശ്രദ്ധ ദൈവത്തോട് കൂടെ നടക്കുന്നതായിരുന്നു. और उसका पूरा ध्यान परमेश्वर के साथ चलने में था। നമ്മുടെ ജീവിതത്തിലെ കർത്താവ് എനിക്ക് അങ്ങേ മാത്രം മതി എന്ന് പറയാൻ കഴിയും. हमारा जीवन में क्या हम कह सकते हैं, मसीह मुझे मात्र तू चाहिए। അങ്ങനെയെന്ന് വരികിലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം കാണുവാൻ കഴിയും. ऐसा है तो आपके लिए कार्य करने वाला परमेश्वर के हाथों को आप देखेंगे। നമുക്ക് ദൈവസേന നമ്മെ തന്നെ പരിശോധിക്കാം. परमेश्वर के सामने अपने आप को हम जांच ले। ഏതാണ് നമ്മുടെ നിക്ഷേപമെന്ന് ദൈവസേനയിൽ നമുക്ക് പരിശോധിക്കണം. हमारा निवेश, हमारा धन क्या है, परमेश्वर के सामने हमको जांचना। ആ നിക്ഷേപത്തിന് വേണ്ടിയാണോ ഞാൻ ശ്രമിക്കുന്നത്? അത് നിക്ഷേപം ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ദിനവും കൊണ്ടു നടക്കാനാണ് ഞാൻ उस താല്പര്യപ്പെടുന്നത്. धन को मैं नया बनाना चाहता हूँ या उस धन को हमेशा ताजगी देकर आगे बढ़ाना चाहता हूँ? ദൈവവചനം വായിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? परमेश्वर का वचन पढ़ने के लिए क्या समय ढूंढते हैं? ഈ ദൈവവചനത്തിലെ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ? परमेश्वर के वचन में क्या आपको सुख मिलता है? ഈ ദൈവവചനം വായിക്കുന്നതോറും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? परमेश्वर पढ़ते समय क्या मुझे संतृप्ति होती है? ഈ ദൈവവചനത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആ വീറ് അല്ലെങ്കിൽ ആ വിത്തൗട്ട് ഫിയർ can you follow the Lord? इस परमेश्वर के वचन के द्वारा जो एक पराक्रमिकता या फिर एक निडर अवस्था, क्या वो मुझे मिलता है? നമുക്ക് ദൈവത്തിൽ നമ്മെ തന്നെ പരിശോധിക്കാം. परमेश्वर के सामने हम जांचेंगे। കർത്താവിന്റെ തിരുസലിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. मसीह की उपस्थिति में अपने आप को समर्पित करें। കർത്താവ് എനിക്ക് അങ്ങേ മാത്രം ട്രഷറായിട്ട് കണ്ടാൽ മതി. मसीह में केवल आपको धन बनाकर देखना, മറ്റൊന്നും എനിക്ക് വേണ്ട കർത്താവേ. और कुछ नहीं ഈ चाहिए। ലോകത്തിന്റേതല്ല എനിക്ക് ये ആവശ്യം. संसार का मुझे जरूरत नहीं है। ഐ നീഡ് യു ലോർഡ്. मुझे आप चाहिए, എനിക്ക് അങ്ങേ മാത്രം മതി. मुझे केवल आप चाहिए। ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് വരികിലെ സകലവും നിനക്കുണ്ട്. परमेश्वर अगर तेरे साथ है तो तेरे पास सब कुछ है। നമുക്ക് ദൈവസേനയിൽ ഏൽപ്പിക്കാം. हम परमेश्वर के हाथों में सौंप दे। കർത്താവ് വചനങ്ങളെ നമ്മെ इन അനുഗ്രഹിക്കട്ടെ. वचनों से परमेश्वर सबको आशीष दे।